ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്ന കറീൻ്റെ പേരാണ് കടല മസാല ആക്കുന്നത് കേട്ടോ. പുട്ടിന് നല്ല മസാല കറിയാണ് കടല മസാല. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതല്ല, എൻ്റെ ഫ്രണ്ട് തന്നെ അവളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ റെസിപ്പി എടുത്തുന്നേ ഉള്ളൂ. അപ്പം ആദ്യമായി ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക, ഒരു സവാള നേർങ്ങനായിട്ട് അരിയുക, അത് നല്ലോണം വഴറ്റിയെടുക്കുക. അതൊരു വഴറ്റിയ ഒരു കളർ മാറുമ്പോൾ മാത്രമേ തക്കാളിയിലിടാൻ പറ്റൂ കേട്ടോ. അങ്ങനെ അവൾ വഴറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവളോട് ഞാൻ പറഞ്ഞ റെസിപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ചെറുങ്ങനെ അരിഞ്ഞിട്ട് കൈയോടെ ഒരു പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് അരിയുന്നാന്ന് പറഞ്ഞു ഉടഞ്ഞ് കിട്ടുന്നത്. അവൾ അങ്ങനെയുള്ള ചെയ്യൽ. അതുപോലെ ഞാൻ ട്രൈ ചെയ്യാൻ, പക്ഷെ എൻ്റെ തക്കാളി വേഗം ഉടയലൊന്നുമില്ല, അതുകൊണ്ട് അതിന് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് നിൽക്കുന്നത്. അങ്ങനെ അവിടെ തക്കാളിയെല്ലാം എടുത്ത് അരിയുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അരിയുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ചെറുങ്ങനെ എടുത്തിട്ടില്ലോ അരിയുന്നതെല്ലാം. അങ്ങനെ ഗ്യാസിലത്തെ ഉള്ളിയെല്ലാം പൊരിഞ്ഞ് വരുന്നുണ്ട്, ചെറുങ്ങനെ പൊരിയുന്നുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് വേണ്ട തക്കാളി അരിയാൻ പോകുന്നത് കേട്ടോ. ഒരു തക്കാളി, 2-3 പച്ചമുളക്, 3 പച്ചമുളക്, മാക്സിമം 3 പച്ചമുളക് ഇവിടെ ഇട്ടിട്ടു കേട്ടോ. അപ്പം എരിവിന് ആവശ്യം പച്ചമുളക് എടുത്തിട്ടില്ലോ. അങ്ങനെ ഒരു തക്കാളി എടുത്തു, അത് ചെറുങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ അരിഞ്ഞിട്ടെടുക്കുന്നതാണ്. അത് ചെറുങ്ങനെ അരിയുന്ന കേട്ടോ. എന്നിട്ട് 2-3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് തക്കാളി കൈയോടെ ഒരിക്കൽ ഇങ്ങനെ പീനെടുക്കൽ, അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അരിയുന്നാന്ന് പറഞ്ഞത്. അങ്ങനെ തക്കാളി അതിൽ ഹേഡാക്കുന്നുണ്ട്. ഹേഡാക്കിയിട്ട് അതിലേക്ക് പൊടികളും പച്ചമുളക് ഇട്ടിട്ട് പൊടികളെല്ലാം ചേർത്തെടുക്കുള്ളൂ. അതാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കറി വെച്ചിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞ റെസിപ്പി പറയേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടിരുന്നില്ലേ, ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് കടല ഇട്ടിട്ട് കടല വെന്തി, പിന്നെ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് എന്താക്കിയെന്ന് വെച്ചാൽ കടല വെന്തി, പിന്നെ അതിലേക്ക് അരച്ചിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് അതിൽ കൂട്ടി. അത് തേങ്ങയിൽ കറി വെച്ചതുപോലെയാണ് ഉണ്ടായത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കറി. അങ്ങനെ തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞ് വരുമ്പം അതിലേക്ക് കണ്ടോ, അങ്ങനെ ആക്കിയോട് പെട്ടെന്ന് ഉടഞ്ഞ് ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടട്ടില്ല. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റെല്ലാം അറിയിക്കണം. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും ഹേഡാക്കാം. പച്ചമുളക് ആവശ്യത്തിനനുസരിച്ചുള്ള ഇട്ടിട്ടുണ്ട്. 2-3 തോന്നുന്നു, ഞാൻ മുറിച്ചത് കണ്ടിട്ടില്ല. അപ്പോൾ 2-3 കാണുന്നതിൽ അതും ചേർത്ത് യോജിപ്പിക്കുക. അതിലേക്ക് പൊടികളെല്ലാം ഹേഡാക്കുക. പാകത്തിന് ഉപ്പിട്ടിട്ട് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് അതിലേക്ക് പൊടികളെല്ലാം ഹേഡാക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, ലേശം മഞ്ഞൾപ്പൊടി. ഇനി ഇടേണ്ട മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടിയും ഇട്ട് ഹേഡാക്കിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടിട്ട് അതിലേക്ക് കടല ഇട്ടിട്ട് വേവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലിട്ടത്, ചില പൊടികൾ ഇടുമ്പോൾ ഹെഡാക്കുമ്പോൾ കത്തിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ലോയിലാക്കിയിട്ടായില്ല കേട്ടോ. നമ്മളോട് ഞാൻ പറഞ്ഞാൽ കുറച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ കത്തിയേക്കണ്ടെന്ന് പറഞ്ഞു. മല്ലിപ്പൊടിയെല്ലാം ഇടുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ മുളക് പൊടി. അതിനടുത്ത് മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. രണ്ട് ടീസ്പൂൺ മുളക് പൊടി 2 സ്പൂണും ലേശം ഇട്ടിട്ട് മുളക് പൊടി. അതിൽ പൊട്ടിച്ച് നമ്മളോട് യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അനുസരിച്ചിട്ട് കൂട്ടുക. എന്നിട്ട് അതിലേക്ക് കടലയും ഇട്ടിട്ട് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന പൊടികൾ വറുത്തെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വറുത്താലും മതി ഇട്ട പൊടികൾ. ഞാനിങ്ങനെ വറുക്കൽ, പൊടികൾ ഇട്ടിട്ട് ഇങ്ങനെ വറുക്കൽ, വെള്ളം കൂട്ടുന്നതിൻ്റെ പിന്നെ. എന്നാലും അതിലേക്ക് പൊടികൾ ഹേഡാക്കിയിട്ട് വറുക്കുന്നതായിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് കുറച്ചൊരു പച്ചമണം മാറി, പിന്നെ അതിലേക്ക് കടല കഴുകി പൊതിർത്തി വെച്ച കടല കുറച്ച് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കടലയും ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കലാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടല അരച്ചത് അതിൽ മിക്സാക്കുക. അത്രയേ ഉള്ളൂ കടല.